ഇനി ആ ഒരു അക്കൗണ്ടിലേക്ക് അതിൻ്റെ പേരും പറഞ്ഞ്, അതായത് ഇവർക്ക് സഹായിക്കാനും വേണ്ടി ആരും പൈസ ഇടേണ്ട ആവശ്യമില്ല. 650 സ്ക്വയർ ഫീറ്റിൽ 2 ബെഡ്റൂം, ഹാള്, കിച്ചൺ, ബാത്റൂം അടങ്ങിയ ടൈൽസ് ഇട്ട വാർപ്പ് വീട് ഫുൾ പണികളും കഴിഞ്ഞതിന് ശേഷം മാസം 5000 6000 രൂപ വരുന്ന ഇത് ഒരു വർഷത്തിനാണെങ്കിൽ, ഇനി 2 വർഷത്തിന് അവർക്ക് താമസിക്കേണ്ടതാണെങ്കിലും അതിനുള്ള വാടക ആ ഓണർ, ഇവർ ഏത് വാടക വീട്ടിലാണോ താമസിക്കുന്നത് ആ ഓണറിന്റെ ഡീറ്റെയിൽസ് എടുത്ത് ഈ പറയുന്നത്. ഇനി അങ്ങോട്ടുള്ളത് നമ്മൾ മറ്റ് പാവപ്പെട്ട അർഹതപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയിട്ടായിരിക്കും ഉപയോഗിക്കുന്നത്. ഹായ് ഓൾ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാനിപ്പോൾ വന്നിട്ടുള്ളത് കുറച്ച് അപ്ഡേഷൻസ് തരാനും വേണ്ടിയിട്ടാണ്. ഞാൻ ലാസ്റ്റ് വീക്ക് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഫാമിലി 6 മക്കളും ഒക്കെ ആയിട്ട് അവർ വീട് ജപ്തിയുടെ വക്കിലായി, അവസാനം ആ വീട് വിൽക്കേണ്ടി വന്നു. അപ്പോൾ അവർക്ക് ഈ നോമ്പ് കഴിഞ്ഞതും ആ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ അവരെ സഹായിക്കണം, അവർക്കൊരു വീടാക്കി കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അപ്ഡേഷൻസ് തരാനും വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. സ്ക്രീൻഷോട്ട് സംഭവങ്ങളൊക്കെ ഞാൻ സൈഡിൽ കാണിക്കാം. ലാസ്റ്റ് 2 days ബിഫോർ ആണ് അങ്ങനെ 10 ലക്ഷം രൂപ നമുക്ക് കളക്ട് ആയിട്ടുണ്ട്. അൽഹംദുലില്ലാ, അത് വലിയൊരു എമൗണ്ട് തന്നെയാണ്. ഒന്നുമില്ലാത്തടത്തു നിന്നും നമുക്ക് ആ ഒരു ഇത്രയും വലിയൊരു സംഭവം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ, അതിനു വേണ്ടിയിട്ട് ഒരുപാട് എന്താ പറയുക, സ്ട്രഗിൾസും കാര്യങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ ആ ഒരു എമൗണ്ടിലേക്ക് നമുക്ക് എത്താൻ പറ്റിയത് തന്നെ വലിയൊരു കാര്യമായിട്ടും എൻ്റെ ഭാഗ്യമായിട്ടും ഞാൻ കരുതുന്നത് കേട്ടോ. ഉദ്ദേശം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അതിനു മുമ്പ് തന്നെ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു 3 സെന്റ് സ്ഥലം അവിടെ എവിടെയെങ്കിലും നോക്കാനും 3 ലക്ഷം രൂപ ഉള്ളിൽ വരുന്ന പോലെ. കാരണം നമുക്ക് ഈ ചാരിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള ഒരു നിബന്ധനകളൊക്കെ ഉണ്ട്. ഇത്ര സെന്റ് സ്ഥലം ഉണ്ടാവാൻ പാടുള്ളൂ, ഇത്ര സ്ക്വയർ ഫീറ്റ് വീട് ഉണ്ടാവാൻ പാടുള്ളൂ, എന്നാലും ആ ഒരു അർഹത പരിഗണിക്കണേല് അങ്ങനെയാണല്ലോ. അപ്പോൾ അതിൽ ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നത് അവർ താമസിക്കുന്ന വീട് തന്നെ അവർക്ക് വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ അവിടെ ഈ മലപ്പുറത്തുള്ള കുറേ ആൾക്കാർ അതിനുശേഷം എന്നെ കോണ്ടാക്ട് ചെയ്യുകയും അവിടെയുള്ള കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഉള്ളവർ MLA വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. പിന്നെ അവിടെയുള്ള പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട വലിയ ആൾക്കാരെയൊക്കെ സംസാരിച്ച് ആ ഓണറിനോട് പോയി സംസാരിച്ചു, വീട് ഇങ്ങനെ ഇവർക്ക് കൊടുക്കാൻ പറ്റുമോ, എത്ര റേറ്റ് ആവും എന്നുള്ളത്. അപ്പോൾ ഏകദേശം ഒരു 18 ലക്ഷം രൂപയോളം അടുത്താണ് വരുന്നത്. അത് ഇത്രയും വലിയൊരു ഹ്യൂജ് എമൗണ്ട് ആയതുകൊണ്ട് നമുക്കത് ഭയങ്കര വലിയൊരു ടാസ്ക് ആയിരുന്നു. കാരണം ആ ഒരു വീഡിയോ അത്ര വലിയൊരു ഇതിലേക്ക് പോകുന്ന പോലെ തോന്നിയില്ല. കുറച്ച് ഫണ്ട് വരലും കുറച്ച് കുറവൊക്കെ ആയിരുന്നു. കാരണം അതിൻ്റേതായിട്ടുള്ള കാരണങ്ങളും അതിനുണ്ട്. കാരണം 6 മക്കളുണ്ട്, ഓക്കെ, പക്ഷെ അതിനനുസരിച്ച് ഭർത്താവ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഒരു ഇത് അതിൽ വരുന്നുണ്ട്. പക്ഷെ എന്നെ ഓരോരുത്തർ വിളിക്കുന്ന സമയത്തും ഈ ഓരോരുത്തർക്കും ഞാൻ എക്സ്പ്ലനേഷൻസ് കൊടുത്ത് 6 മക്കളൊക്കെ ആവുമ്പോൾ അത് സൗണ്ട് ഉണ്ടാക്കല്ലേ, അതിൻ്റെതായ ചെലവ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സഹായിക്കുകയാണ്. അപ്പൊ നമ്മളിപ്പോ കുറച്ച് ഉദ്ദേശിച്ച ആ ഒരു ഫണ്ടിലേക്ക് അങ്ങനെ എത്തിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് പക്ഷെ ഏറ്റവും വലിയൊരു കടമ്പ എന്ന് പറയുന്ന സമയത്ത് അവിടെ സ്ഥലം മേടിക്കുക എന്നുള്ളതാണ്. അപ്പം ആദ്യം നമ്മൾ സ്ഥലം കുറേ നോക്കിയ സമയത്തൊക്കെ 1.5 ലക്ഷത്തിൻ്റെ പുറത്ത് 3 സെൻറ്റായിട്ട് കൊടുക്കൂല, 5 സെൻറ്റായിട്ട് കൊടുക്കുള്ളൂ, 7 സെൻറ്റായിട്ട് കൊടുക്കുള്ളൂ എന്നുള്ള കുറേ ഇഷ്യൂസ് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ടെൻഷൻ പിടിച്ച ഒരു കാര്യമായിരുന്നു. പക്ഷേ അൽഹംദുലില്ലാ, മലപ്പുറത്തെ കുഞ്ഞാക്ക എന്ന് പറയും, ആ മനുഷ്യൻ സ്വമേധയാ എന്നെ വിളിച്ച് എനിക്ക് വേണ്ട എല്ലാ ഹെൽപ്പുകളും ഓരോന്നും അവിടെ നിന്ന് വീട് നോക്കലാണെങ്കിലും സ്ഥലം നോക്കലാണെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു സ്ഥലം ഒക്കെ ഇങ്ങനെ നോക്കി ഓരോ വീടുകളൊക്കെ നോക്കി ചില വീടുകളൊക്കെ 20-22 ലക്ഷം അതിൻ്റെ മുകളിലൊക്കെ പോകുന്ന ഒരു രീതിയിലായിരുന്നു. അപ്പം ഞാൻ ആവശ്യപ്പെട്ട എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ ആവുന്ന ആ ഒരു സമയത്ത് 8 ലക്ഷം രൂപയായിരുന്നു ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഒതുങ്ങുന്ന പോലെ ഒരുപാട് വലിയ രീതിക്കും പോകാൻ പാടില്ല. അപ്പോൾ നമ്മളൊരു 10 ലക്ഷത്തിലുള്ള പഴയ വീടാണെങ്കിൽ നോക്കിയിട്ട് ടൈലൊക്കെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് പുതുക്കി കൊടുക്കാം, വീട് നല്ല രീതിയിലേക്ക് ആക്കി കൊടുത്തിട്ട് നമ്മൾ ഇരുത്തുന്നുള്ളൂ. അപ്പം അങ്ങനെ എന്തെങ്കിലും നോക്കാൻ പറ്റുമോ കുഞ്ഞാക്ക, പൈസ വരുന്നതിനനുസരിച്ചല്ലേ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ അവർ ഒരു സൈഡിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അൽഹംദുലില്ലാ ഒരു വലിയൊരു മനുഷ്യൻ, അവരുടെ മാനേജർ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരെ നേരിട്ട് പോയി കണ്ട് സത്യസന്ധത ബോധ്യമായതിനു ശേഷം മാത്രം അവർക്ക് വീട് എടുത്തു കൊടുക്കാനുള്ള സഹായങ്ങൾ ചെയ്യാമെന്ന് കണ്ടു. അപ്പോൾ അവരുടെ നിബന്ധന എന്തായിരുന്നു എന്ന് വെച്ചാൽ, സ്ഥലം വേണം, സ്ഥലം ഉള്ളവർക്ക് ഇവർ ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ സ്ഥലം വാങ്ങിച്ചു കൊടുക്കുക, ബാക്കിയുള്ള പൈസയും അവരെ ഏൽപ്പിക്കുക, തികയാത്ത പൈസ അവരിട്ടിട്ട് വീട് ഫുള്ളായിട്ട് പണി പൂർത്തിയാക്കും. അതായത്
അതിന് നിബന്ധന 4 സെന്റിൽ കൂടാൻ പാടില്ല സ്ഥലം എന്നുള്ളത്. അപ്പം 4 സെന്റ് സ്ഥലം വാങ്ങൂ, കിട്ടൂല അങ്ങനെയെന്നുള്ളതൊക്കെ വരും. പക്ഷെ അതൊന്നും മോള് കണക്കാക്കണ്ട. അതായത് ആദ്യം മാനേജറാണ് വിളിച്ചത്. ഞാൻ കാര്യങ്ങളൊക്കെ സത്യസന്ധമായ രീതിയിൽ നമ്മൾ അവതരിപ്പിച്ചു. അവർക്ക് അത് താല്പര്യം, ഇൻട്രസ്റ്റഡ് ആയി. അതിനുശേഷം അതിൻ്റെ ഓണറിനെ എന്നോട് സംസാരിക്കണം എന്ന് പറഞ്ഞു. ഓണർ എന്നോട് സംസാരിച്ചു. നല്ലൊരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം സംസാരിച്ച് ആദ്യം അവർ വിചാരിച്ചിരുന്നത് ഇവരെ നേരിട്ട് പോയി കണ്ടതിന് ശേഷം മാത്രമേ തീരുമാനം എടുക്കുള്ളൂ എന്നാണ്. അപ്പം എന്നോട് സംസാരിച്ചതിന് ശേഷം പറഞ്ഞു, അൽഹംദുലില്ലാ ഇനിയിപ്പോൾ എനിക്ക് അവരെ കാണണം എന്നില്ല, മോള് കാര്യങ്ങൾ എന്താ വേണ്ടത് വെച്ചാൽ തീരുമാനിച്ചോളൂ. സ്ഥലം വാങ്ങുക 4 സെന്റ്, എന്നിട്ട് അതിനുശേഷം മാനേജറിനെ കോൺടാക്ട് ചെയ്യുക. തികയാത്ത പൈസ, സക്കാത്ത് പൈസയാണ്, ഒരു അണുമണി തൂക്കം അങ്ങോട്ടോ ഇങ്ങോട്ടോ കൊടുക്കാനുണ്ടാവില്ല. കറക്റ്റായിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അത് അത്രയും സൂക്ഷ്മമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമായതുകൊണ്ട് എല്ലാ കണക്കുകളും സ്റ്റേറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ബാക്കി പേയ്മെൻറ്റ് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ഫുൾ പണിയും അവർ ചെയ്തിട്ട്, അതായത് 650 സ്ക്വയർ ഫീറ്റിൽ 2 ബെഡ്റൂമും ഹാള് കിച്ചൺ ബാത്റൂം അടങ്ങിയ ടൈൽസ് ഇട്ട വാർപ്പ് വീട് ഫുൾ പണികളും കഴിഞ്ഞതിന് ശേഷം, എല്ലാ പണികളും കഴിഞ്ഞ ശേഷം അടിപൊളിയാക്കി 9.5 ലക്ഷം രൂപയുടെ വീട്. സ്ഥലത്തിന് പുറമെ വീട് കെട്ടാൻ വേണ്ടി മാത്രം 9.5 ലക്ഷം രൂപ വരും. അപ്പം അങ്ങനെ എങ്ങനെയും പോയി നോക്കിക്കഴിഞ്ഞാൽ ഒരു 10-15 ലക്ഷം രൂപ വേർത്തുള്ള ഒരു സംഭവമാണ് അവർ കെട്ടി, നമ്മുടെ സ്ഥലവും നമ്മുടെ പൈസയും അവരുടെയും കൂടെ ചേർത്തിട്ട് കെട്ടിത്തരാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഭയങ്കര ഹാപ്പി ആയിരുന്നു എനിക്ക്. ഞാൻ അത്രയും ദിവസം ഓടി നടന്നതിൻ്റെ ആ ഒരു സന്തോഷം കാര്യങ്ങളൊക്കെ എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഈ ഒരു വിവരം ആ ഫാമിലീനെ വിളിച്ചറിയിച്ചു. അതിനുശേഷം ഞാൻ കുഞ്ഞാക്കാനെ വിളിച്ചു. ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടെ ഈ വീട് കെട്ടുന്ന സമയത്ത് അവർക്ക് താമസിക്കാൻ ഒരു വാടക വീട് വേണം. കാരണം ഇപ്പോൾ അവർ താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും. അപ്പോൾ അതും നമ്മൾ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. വാടക കൊടുക്കാൻ, ഇവർക്ക് വാടക കൊടുത്ത് ബുദ്ധിമുട്ടുണ്ടെന്നുള്ള രീതിക്ക് മാസം 5000-ഓ 6000-ഓ രൂപ വരുന്ന ഇത് ഒരു വർഷത്തിനാണെങ്കിൽ, ഇനി 2 വർഷത്തിന് അവർക്ക് താമസിക്കേണ്ടതാണെങ്കിലും അതിനുള്ള വാടക ആ ഓണർ, ഇവർ ഏത് വാടക വീട്ടിലാണോ താമസിക്കുന്നത് ആ ഓണറിൻ്റെ ഡീറ്റെയിൽസ് എടുത്ത് ഓണറിൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കുന്ന രീതിയിലേക്ക് ആ കാര്യങ്ങളും റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുഞ്ഞാക്കാനെ വിളിച്ചു. കുഞ്ഞാക്കാൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. എത്രയും പെട്ടെന്ന് കുഞ്ഞാക്ക ഒരു 5 സെന്റ് സ്ഥലം റെഡിയാക്കി തരണം, 4 സെന്റ് സ്ഥലം റെഡിയാക്കി തരണം, അതേപോലെ തന്നെ വാടക വീടും കൂടെ ഒന്ന് റെഡിയാക്കി തരണം എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ 75 വയസ്സുള്ള മനുഷ്യനാണെന്ന് പറഞ്ഞത്. അപ്പം തന്നെ അവിടെ നിന്ന് ഈ വെയിലും ചൂടും ഒന്നും വക വെക്കാതെ നോമ്പും ഇറങ്ങി അവിടെ ഉള്ളൊരു വേറൊരു നല്ലൊരു മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ വീടുകൾ തപ്പി നടക്കാനും വാടക വീട് റെഡിയാക്കി, ഒരു വാടക വീട്, അതായത് 3 ബെഡ്റൂം ടൈലിട്ട നല്ലൊരു വാടക വീടൊക്കെ റെഡിയാക്കി അവർക്ക് അഡ്വാൻസ് കൊടുക്കാനും ഞാൻ പറഞ്ഞു. അതിന് ശേഷം സ്ഥലം, ഇതുപോലെ ഒരു സ്ഥലം റെഡി ആയിട്ടുണ്ട് പറഞ്ഞു. അപ്പോൾ ഒരു 5 സെന്റ് നമുക്ക് അവർക്ക് അത് വാങ്ങിച്ചു കൊടുക്കാം, ടോക്കൺ പേയ്മെൻറ്റ് കൊടുത്തോളൂ, എഗ്രിമെൻറ്റിൻ്റെ ടൈമിൽ, അതെ എഗ്രിമെൻ്റ് അല്ല രജിസ്ട്രേഷൻ്റെ ടൈമിൽ ഞാൻ മുഴുവൻ പേയ്മെൻറ്റുമായിട്ട് വരാമെന്ന് പറഞ്ഞു. എല്ലാം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അൽഹംദുലില്ലാ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇനിയുള്ള കാര്യങ്ങളും കൂടെ നിങ്ങൾ കേൾക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ ഭാഗത്തു നിന്നും ഞാൻ ഇതിൻ്റെ പുറകിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊരു സംഭവം അവർക്ക് വീടാക്കി കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് നമ്മൾ വീഡിയോ ഇട്ടത്. അപ്പോൾ അതിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. സോ ഇനി ആ ഒരു അക്കൗണ്ടിലേക്ക് അതിൻ്റെ പേരും പറഞ്ഞ്, അതായത് ഇവർക്ക് സഹായിക്കാനും വേണ്ടി ആരും പൈസ ഇടേണ്ട ആവശ്യമില്ല. അത് ട്രസ്റ്റിൻ്റെ തന്നെ അക്കൗണ്ടാണ്. ഇനി മറ്റ് കേസുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ട്രസ്റ്റിൻ്റെ അക്കൗണ്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇതും കൂടെ നിങ്ങളെ അറിയിക്കാനും വേണ്ടിയിട്ടാണ് വന്നത്. കാരണം ഒരു കാര്യത്തിനും വേണ്ടിയിട്ട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് അതേ രീതിയിലാണല്ലോ ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ടാണ് ഈ പറയുന്നത്. ഇനി അങ്ങോട്ടുള്ളത് നമ്മൾ മറ്റ് പാവപ്പെട്ട അർഹതപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയിട്ടായിരിക്കും ഉപയോഗിക്കുന്നത്. കാരണം ആര് സമ്പാദിച്ചതാണെങ്കിലും അത് 1 രൂപയാണെങ്കിലും ഫ്രീ കിട്ടുന്നതായിട്ട് ഞാൻ വിചാരിക്കാറില്ല. അത് അവരത്രയും അധ്വാനിച്ചുണ്ടാക്കിയ പൈസ അർഹതപ്പെട്ട മറ്റാൾക്കാരിലേക്കും എത്തണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത വിഷയത്തിലേക്ക് വരാം. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കുഞ്ഞാക്ക എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ വീട് കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ വീട്ടുകാർക്ക് അവരിയ്ക്കുന്ന വീട് എടുക്കാൻ തന്നെയാണ് താല്പര്യം. അല്ലാതെ ഒരു ചെറിയ വേറൊരു വീട്ടിലേക്ക് പോകാനായിട്ട് അവർക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യാന്നുള്ളതാണ് ചോദിച്ചത്. അപ്പോൾ അവരുടെ താല്പര്യങ്ങൾ നമ്മൾ മാനിക്കുന്നു. ഞാൻ ഈ വീട് ചെയ്ത് തരാമെന്ന് പറഞ്ഞവരെ വിളിച്ച് കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അവർക്ക് താല്പര്യമില്ല. അവരിയ്ക്കുന്ന വീട് തന്നെ, അതായത് നമ്മളൊരു 10-12 ലക്ഷം റെഡിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ വീട് അവരെ കുടുംബക്കാരൊക്കെ ഹെൽപ്പ് ചെയ്യുമായിരിക്കാം. ഇപ്പം എല്ലാവരും മുന്നോട്ട് വന്നിട്ടുണ്ട്. അൽഹംദുലില്ലാ നല്ല കാര്യം തന്നെയാണ്. അവർ ഹെൽപ്പ് ചെയ്യും. ഇനിയിപ്പോൾ അവർ ആ വീട് തന്നെ തിരിച്ചെടുക്കുമായിരിക്കാം, അറിയില്ല. പക്ഷെ നമ്മൾ പൈസയായിട്ട് ആർക്കും നേരിട്ട് കയ്യിൽ കൊടുക്കില്ല. അവരെന്നാണോ രജിസ്ട്രേഷൻ ചെയ്യുന്നത് ആ സമയത്ത് ഈ പൈസ അവിടെ കൊണ്ട് ഏൽപ്പിക്കും. അതിൽ ചില നിബന്ധനകളും നമുക്കുണ്ട്. അത് നമ്മുടെ ട്രസ്റ്റിൻ്റെ നിബന്ധനയാണ്. എന്താണെന്ന് വെച്ചാൽ
ഇവർ ഈ ട്രസ്റ്റിലൂടെ കിട്ടുന്ന ഈ ഒരു പേയ്മെൻറ്റിലൂടെ വാങ്ങുന്ന വീട് ആ കുട്ടികൾ മേജർ ആവുന്നവരെയും ഇവർക്ക് വിൽക്കാനോ പണയപ്പെടുത്താനോ ഉള്ള അധികാരം ഉണ്ടായിരിക്കുന്നതല്ല. കാരണം ആ മക്കൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ഇത്രയും റിസ്ക് എടുത്ത് ഈ ഒരു കാര്യത്തിലേക്ക് നിന്നത്. വീണ്ടും ആ മക്കൾ എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന് ഇവർ പണയം വെക്കുകയോ അല്ലെങ്കിൽ വിൽക്കുകയോ ചെയ്യുകയാണെങ്കിൽ തെരുവിലേക്ക് ഇറങ്ങി പോകേണ്ട ഒരു സിറ്റുവേഷൻ വരാതിരിക്കാനും ഇത് നമ്മുടെ ഒരു നിബന്ധനയാണ്. അപ്പോൾ ആ ഒരു നിബന്ധനയോടുകൂടെ ആ രജിസ്ട്രേഷൻ സമയത്ത് നമ്മൾ ആ പൈസ അവരെ ഏൽപ്പിക്കുന്നതായിരിക്കും. ഇനി അതല്ല അവർക്ക് എന്തെങ്കിലും വീട് റിട്ടേൺ ചെയ്യാൻ എന്തെങ്കിലും പ്രോബ്ലം കാര്യങ്ങളോ അല്ലെങ്കിൽ വാങ്ങാൻ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ ഒരു പേയ്മെൻറ്റ് അവരുടെ ഈ കുട്ടികളുടെ ഈ 6 മക്കളുടെ പേരിൽ FD ആയിട്ട് ബാങ്കിൽ നമ്മുടെ ട്രസ്റ്റ് ത്രൂ ട്രാൻസ്ഫർ ചെയ്ത് അത് FD ആയിട്ട് ഇടുന്നതായിരിക്കും. ഇതെല്ലാം എന്തിനാണ് നിങ്ങളുടെ മുന്നിൽ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടാണ് നിങ്ങളോടാണ് ഒരു ആവശ്യം പറയുന്നത്. നിങ്ങൾ ഓരോരുത്തരുമാണ് ഇതിനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഒരു സത്യാവസ്ഥ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ച് ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കണം എന്നുള്ളത് എൻ്റെയും കൂടെ ഒരു ആവശ്യമായിരുന്നു. ഇൻഷാ അല്ലാഹ് സഹായിച്ച എല്ലാവർക്കും ഞാൻ ഒരിക്കലും ഈ ഒരു സഹായം മറക്കില്ല. 10 ലക്ഷം അല്ലെങ്കിൽ 10, 11, 12 ലക്ഷം എന്ന് പറയുന്നത് അത്രയും സിമ്പിളായിട്ടുള്ളൊരു ചെറിയ എമൗണ്ടേ അല്ല. ഞാൻ ഒരുപാട് നന്ദിയുള്ളവളാണ് നിങ്ങളോട്. എന്നെ വിശ്വസിച്ച് എൻ്റെ കൂടെ നിന്ന് ഈ ഒരു ദൗത്യം ഇത്രത്തോളം എത്തിച്ചതിന്. ഞാൻ ഉദ്ദേശിച്ച പോലെ അവർക്ക് ആ ഒരു താക്കോല് കൊടുക്കണം, നല്ലൊരു പുതിയൊരു വീട്ടിലേക്ക് മാറി താക്കോല് കൊടുക്കണം എന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. അത് നടന്നില്ല, കുഴപ്പമില്ല, ഇൻഷാ അല്ലാഹ് ഇനിയും നമുക്ക് സമയമുണ്ടല്ലോ. ഇതിനല്ലാത്ത സമയം വേറെയും കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സമയമുണ്ടല്ലോ. സോ ഇത് ഇവിടെ വെച്ച് ഞാൻ നിർത്തുകയാണ്. ഓക്കെ, ഇനി ഈ ഒരു കേസുമായിട്ട് എനിക്ക് ബന്ധമില്ല, അതിവിടെ തീർന്നു കേട്ടോ.